ദൈവനാമം മഹത്വപ്പെടട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ജീവപുസ്തകം അഥവാ ബുക്ക് ഓഫ് ലൈഫ് എന്ന ആശയം ദൈവത്തിൻ്റെ പരിപാലനം, നീതിന്യായം, തെരഞ്ഞെടുപ്പ് എന്നിവയിലൂടെയാണ് നിവൃത്തിയായതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടു. അതിൽ ദൈവം തൻ്റെ സൃഷ്ടിയെ അറിയുന്നു എന്ന ഭാഗത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ തുടക്കവും ജീവിത സാക്ഷ്യവും, ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്ന സഭയുമായുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഭാഗത്ത് ഉടമ്പടിയിലെ പങ്കാളിത്തവും, പഴയ നിയമത്തിലെ പ്രത്യാശാവചനങ്ങൾ ക്രിസ്തുവിലുള്ള രക്ഷയിലേക്കുള്ള ചൂണ്ടുപലക എന്ന മൂന്നാമത്തെ ഭാഗത്തു നിന്നും നിത്യജീവൻ്റെ ഉറപ്പ് എന്നിങ്ങനെ 3 ശീർഷകങ്ങളിൽ നിന്നും 4 കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു. അതിനെപ്പറ്റി അല്പമായി ഇന്ന് ചിന്തിക്കാം. അതിലൊന്നാമത്തേത് ജീവിതത്തിൻ്റെ തുടക്കം. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനോടൊപ്പം വസിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ ആത്മാവിനെ മനുഷ്യൻ്റെ ഉള്ളിലാക്കി മൂക്കിൽ ജീവശ്വാസമൂതി തൻ്റെ ജീവനെ പകർന്നു തന്നു. അത് നിത്യജീവനിലേക്ക് നിലനിൽക്കേണ്ട ജീവനാണ്. അതുകൊണ്ട് തന്നെ 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, അമ്മയുടെ ഉദരത്തിലൊരു ഭ്രൂണമായി രൂപം കൊള്ളുന്നത് മുതൽ ഓരോ വ്യക്തിയും അവിടുത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ടവരും ദൈവത്തിന് വിലപ്പെട്ടവരും അവിടുത്തെ സ്നേഹത്താൽ പൊതിയപ്പെട്ടവരുമാണ്. ലോകത്തിൻ്റെ തിന്മകളെയും സാത്താൻ്റെ പരീക്ഷണങ്ങളെയും ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും ജയിച്ച് സൃഷ്ടിതാവായ ദൈവത്തോടൊപ്പം എന്നും വസിക്കേണ്ട ദൈവ സൃഷ്ടിയായ മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് പഴയ നിയമം പറയുന്ന ബുക്ക് ഓഫ് ലൈഫ് വെളിപ്പെടുത്തുന്നത്. ഇതിൽ രണ്ടാമത്തേത് ഉടമ്പടിയിലെ പങ്കാളിത്തമാണ്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്നത് അവിടുത്തെ ജനമായിരിക്കുക എന്ന ഉടമ്പടി നൽകുന്ന പദവിയാണ്. എന്നാൽ ഇവയുടെ ലംഘനമാണ് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി വിഗ്രഹാരാധന ചെയ്ത് ജനം ചെയ്തത്. ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചാൽ ശിക്ഷയുണ്ടാകുകയും തെരഞ്ഞെടുപ്പിൽ നിന്നും തള്ളപ്പെടുകയും ചെയ്യും. എന്നാൽ ജനത്തിനു വേണ്ടി മോശ ദൈവത്തോട് അപേക്ഷിക്കുകയും അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദാനങ്ങൾ അഥവാ ഉടമ്പടി ഓർത്ത് അവരോട് കരുണ കാണിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തതിനെപ്പറ്റി പുറപ്പാട് 32 പറയുമ്പോൾ, അതുപോലെ തന്നെ ഉടമ്പടിയുടെ ലംഘനമാണ് യെഹെസ്കേൽ പ്രവചനം 13 പറയുന്ന വ്യാജപ്രവാചകത്വം. ഇവിടെ വ്യാജപ്രവാചകന്മാർ ജനത്തിന് സമാധാനമില്ലെങ്കിലും സമാധാനമുണ്ട് എന്ന് പറഞ്ഞ് വ്യാജമായ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തു. ചുരുക്കത്തിൽ പുറപ്പാട് 32 അടിയുറച്ച വിശ്വസ്തതയുടെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുമ്പോൾ, യെഹെസ്കേൽ പ്രവചനം 13 വചനത്തോടും സത്യത്തോടും നീതി പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ മൂന്നാമത്തേത് ജീവിതത്തിൻ്റെ സാക്ഷ്യം. അവിടുത്തെ നാമത്തെ ഭയപ്പെടുന്നവരുടെ പ്രവൃത്തികൾ ദൈവം ഓർമ്മിക്കുന്നുവെന്ന് ബൈബിളിലെ പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മാലാഖി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം വെളിപ്പെടുത്തുകയും, അതുപോലെ ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരുവൻ എങ്ങനെ ജീവിക്കണമെന്നും ദൈവത്തിൻ്റെ നീതിയും പരിശോധനയും എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാക്ഷ്യമായി തീരുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ അത് വലിയൊരു ശോധനയായിരിക്കും. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർ സഹിക്കും? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിൽക്കാൻ കഴിയുന്നവനാർ? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയുമായിരിക്കും. മാലാഖി 3:2. ഒരു വിശ്വാസിയുടെ ജീവിതം ദൈവത്തിന് മുൻപിൽ ശുദ്ധീകരിക്കപ്പെടേണ്ട ഒന്നാണ്. വെള്ളി ഉരുക്കുന്നവനെ പോലെ ദൈവം നമ്മുടെ ജീവിതത്തിലെ അശുദ്ധികളെ നീക്കം ചെയ്ത് നമ്മെ ശുദ്ധീകരിക്കുന്നു. ജീവിതത്തിൽ നേരിടുന്ന ശുദ്ധീകരണ പ്രക്രിയകളെ ക്ഷമയോടെ സ്വീകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥ സാക്ഷ്യമായി മാറുന്നത്. നാലാമത്തേത് നിത്യജീവൻ്റെ ഉറപ്പ്. ബൈബിളിൽ നിത്യജീവിതത്തെക്കുറിച്ചും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഉറപ്പിനെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്ന 2 പ്രധാന ഭാഗങ്ങളാണ് ദാനിയേൽ 12-ഉം യെശയ്യാവ് 4:4.
പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്ക് ഈ വചനങ്ങൾ വലിയ ആശ്വാസം നൽകുന്നു. ദാനിയേൽ പ്രവചനം 12 പ്രകാരം ദൈവത്തിനായി കാത്തിരിക്കുന്നവർക്കും വിശ്വസ്തരായിരിക്കുന്നവർക്കും മരണത്തെയും അതിജീവിക്കുന്ന നിത്യജീവൻ്റെ മഹത്വമുള്ള ഉറപ്പ് ലഭിക്കുമ്പോൾ നിത്യജീവൻ്റെ അവകാശികളാകുവാൻ നമ്മെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഒരുക്കുന്നവൻ ദൈവമാണെന്ന് യെശയ്യാവ് 4 പറയുന്നു. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ താൽക്കാലികമാണെന്നും സാരമില്ലെന്നും ദൈവവചനത്തിൽ നിലനിൽക്കുന്നവർക്ക് നിത്യമായ ജീവനും പ്രകാശവുമുണ്ട് എന്നുള്ളതാണ് ഈ വചനങ്ങൾ നൽകുന്ന ആശ്വാസം. മാമോദിസായുടെ മുൻകുറിയായിരുന്ന ചെങ്കടലും യോർദാനും കടന്ന ഇസ്രായേൽ മക്കളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകളും ജീവൻ്റെ പുസ്തകത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്ന പഴയ നിയമ ഉദ്ധരണികൾ വെളിപ്പെടുത്തുന്നു. അതിന് വലിയ ഉദാഹരണമാണ് മോശയുടെ വാക്കുകൾ. യഹോവയെ വിട്ട് അന്യദൈവത്തെ വാർത്തുണ്ടാക്കിയ ജനം മഹാപാതകം ചെയ്തു. ജനത്തോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ച പ്രവാചകൻ, അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേർ മായ്ച്ചു കളയണമേ എന്ന് പറയുമ്പോൾ യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുമെന്ന മറുപടി. പാപം ചെയ്യാതെ ജീവിക്കുവാനാണ് കർത്താവ് അന്നും ഇന്നും നിയമങ്ങളെ തന്നതെന്നും യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളെ പാലിക്കുന്നവൻ്റെ പേർ മായ്ക്കപ്പെടാതെ ജീവപുസ്തകത്തിൽ എന്നും എഴുതപ്പെട്ടിരിക്കുമെന്ന് പുറപ്പാട് പുസ്തകം 32:31 മുതൽ 33 വരെയുള്ള ഭാഗത്ത് മോശയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ന്യായപ്രമാണം പാലിക്കാനാവാതെ വീണുപോയ ജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് ക്രിസ്തു വന്ന് ലോകത്തെ രക്ഷിച്ചതും തുടർന്ന് വിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തന്ന് ലോകത്തെയും പാപത്തെയും ജയിക്കുവാൻ നമുക്ക് കൃപ നൽകിയതും. പ്രിയമുള്ളവരെ, നന്മയും തിന്മയും നമ്മുടെ മുൻപിലുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള ഫ്രീ വിൽ, അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് അനുസരിച്ചുള്ള ഫലമാണ് ഉണ്ടാവുക എന്ന സത്യം നമ്മെ ജാഗരൂകരാക്കട്ടെ. ജീവപുസ്തകത്തിൽ നിന്നും പേർ മായ്ക്കപ്പെടാതെ ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.